సగమ గమ పమ పని పని సగ మగ సని సని పని పమ పమ గమ గ సగ నిసా പുൻപുലരുണി പൂവിതറിയ കാളിന്തിയാടുന്ന വൃന്ദാവനം കണ്ടു കാതരമിഴി നീ കാണാ കാർക്കുയിലൊന്നുണ്ടല്ലോ പാടിടുന്നു ദൂരെ പുൻപുലരുണി പൂവിതറിയ കാളിന്തിയാടുന്ന വൃന്ദാവനം കണ്ടു കാതരമിഴി നീ കാണാ കാർക്കുയിലൊന്നുണ്ടല്ലോ പാടിടുന്നു ദൂരെ പുലരുണി പൂവിതറിയ കാളിന്തിയാടുന്ന വൃന്ദാവനം കണ്ടു ശ്രീനന്ദന നന്നായിരുന്നു ശ്രീനന്ദന. ഇതിലിപ്പോൾ മോള് സ്വരമൊക്കെ പാടുന്നില്ലേ? അതിന് കുറച്ചും കൂടെ ഒരു എന്താ പറയണ്ട ഒരു അതിൻ്റെ ഒരു ഭാവം വരാം. കുറച്ച് ലൂസായിരുന്നു മോള് പാടുമ്പോൾ. കുറുനിര എങ്ങനെയാ പാടുന്നത് മോള്? ഒരു ചെറുനീർമണിയായെങ്കിൽ കുറുനിരകളിലിളകിടുമൊരു ചെറുനീർമണിയായെങ്കിൽ ഒരു ചെറുനീർമണിയായെങ്കിൽ ഇളകിടും ഒരു മോള് പാടുന്നത് പ്ലെയിനായിട്ട് പാടുന്നുണ്ട്. ഒരു ചെറുനീർമണിയായെങ്കിൽ അത് നമ്മൾ എക്സ്ട്രാ ഇതിനുള്ള എഫർട്ട് ഇടുന്നതെന്ന് തോന്നരുത് കേൾക്കുമ്പോൾ കേട്ടോ. അപ്പോൾ അത് ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് ഇങ്ങനെ മുഴച്ച് നിൽക്കുക. അതല്ലാണ്ട്
അത് മനസ്സിലാക്കി പാടുക. പിന്നുള്ള ആലാപ്പാണ്, അത് ശരിയായിക്കോളൂ, പാടിക്കട്ടോ. സനി പാപ മപ മപനി പമപ മഗ മപ മഗ മഗ സഗ. ഇത് പാടുമ്പോൾ ഇത് കുറേ കൂടെ ഉള്ളിൽ നിന്ന് തട്ടി പാടണം കേട്ടോ. പേരെന്തുണ്ട് ശ്രീനന്ദന വിശേഷം? സുഖാണ്. എനിക്ക് പരമാനന്ദമാണ്. എന്താ ചെയ്യാ ഇപ്പോൾ? അതെനിക്കിഷ്ടമായിട്ടോ. ഇപ്പോഴും ഞെട്ടിപ്പോയി മോളെ. ഞാൻ ആരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല ഇത്. സാറിന് സുഖമില്ലാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതേ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ എന്തൊക്കെയാലും ഇങ്ങനെ ഒരാൾ തിരിച്ച് ചോദിച്ചതിൽ സന്തോഷം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശരത് സർ. സുജാ ചേച്ചി. ശ്രീനന്ദന പാടിയത് എനിക്ക് വലിയ ഇഷ്ടമായി. ശ്രീനന്ദന ഓഫ് കോഴ്സ് ശരത് പല്ലവി ആൻഡ് ഹമ്മിങ്, കണ്ണാ സ്റ്റാർട്ട്, കണ്ണാ നീൻ്റെ അതിൻ്റെ ചരണം, ഫസ്റ്റ് ചരണത്തിൻ്റെ കുറുനിരകൾ, അതൊക്കെ കറക്ഷൻസ് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ മോക്ക് ഇവിടുന്ന് ശരത്തി പറഞ്ഞു തന്നതിൽ എന്ത് മോക്ക് അതിന് എവിടെയെങ്കിലും പോയി മോളത് പഠിച്ചു കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും പോയി പാടുമ്പോൾ അതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും. ഹൈ പിച്ച് സോങ്സ് മോക്ക് ഇഷ്ടമാണല്ലേ പാടാൻ? കുറച്ചും കൂടെ കുറച്ച് ഹൈ പിച്ച്, കാരണം മോളുടെ വോയിസ് അല്ലെങ്കിൽ ഭയങ്കര ഷാർപ്പാണ്. അപ്പം എങ്ങനെ മേലെ കിടന്ന് ഒരുപാടുള്ള പാട്ടുകളാവുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരു എന്തിനാ ഇങ്ങനെ എല്ലാ പാട്ടുകളും ഇങ്ങനെ സെലക്ട് ചെയ്യണമെന്ന് നമുക്ക് തോന്നും. ഈ പാട്ട് അസലേ പാടി, എനിക്ക് വലിയ ഇഷ്ടമായി. നല്ല എഫേർട്ടായിരുന്നു. ഈ പാട്ട് ഫിലിം സോങ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ദി എക്സ്പ്രഷൻ. ഈ പാട്ട് എന്ന് പറഞ്ഞാൽ കർണാട്ടിക് മ്യൂസിക് തരുന്ന ഒരു എക്സ്പ്രഷൻ, മ്യൂസിക്കൽ എക്സ്പ്രഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. അത് കർണാട്ടിക് മ്യൂസിക് കംപ്ലീറ്റ് ആയിട്ട് അതിൽ ഊറി ഇരുന്നാലേ ആ എക്സ്പ്രഷൻ വരത്തുള്ളൂ, ആ കർണാട്ടിക് എക്സ്പ്രഷൻ വരത്തുള്ളൂ. 100% പെർഫെക്റ്റ് കണ്ടീഷനിൽ വോക്കൽ കോഡ് ഉള്ളപ്പോഴേ ഇത് പാടാൻ പറ്റുള്ളൂ. As far as Carnatic expression goes, you're definitely not. You're only 60% ready. അപ്പോൾ ഇങ്ങനത്തെ പാട്ടിലെടുക്കുമ്പോൾ സൂക്ഷിക്കണം. So that expression I did not get. Good luck. താങ്ക് യു ശ്രീനി സർ. ശ്രീനന്ദന, ബിനു സാറിനോട് ചോദിക്കാം. ശ്രീനന്ദന ഹയർ നോട്ടിലേക്ക് പോകുമ്പോൾ ഇത്തിരി സ്ട്രെയിൻ അനുഭവപ്പെടുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ നെയ്സൽ ടോൺ കുറഞ്ഞിട്ടുണ്ട് ഹയർ നോട്ടിലേക്ക്, ഒരു 50% കുറഞ്ഞെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ ഒരു പ്രോഗ്രസ് ഉണ്ട്. എന്നിരുന്നാലും സാർ പറഞ്ഞ എല്ലാ ആസ്പെക്ട്സും നന്നാക്കി കൂടുതൽ മുന്നോട്ട് പോവുക. താങ്ക് യു ബിനു സർ. സ്കോർസ് അറിയാം? ഓക്കെ, 27.5 on 30. താങ്ക് യു ചേച്ചി. ശ്രീനി സർ. 27 on 30. താങ്ക് യു ശ്രീനി സർ. ശരത് സർ. 27 on 30. 81.5 on 90. ഈ 10ൽ എത്ര മാർക്സ് ആണ് നോക്കാം. 8 on 10. 89.5 on 100.